യുവമാരെ മുന്നേ ഒന്ന് ഷൈൻ ചെയ്തിട്ട് വേറെ കാര്യം ചുമ്മാ ചേച്ചി സൂചിയുടെ കൂടെ വന്നതിന് ശേഷം കോട്ടയത്ത് വന്നതിന് ശേഷം സൂചിയാണ് ചേച്ചിയുടെ അച്ഛനെ അമ്മേനെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ നോക്കിയെന്ന് കിച്ചു ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക, പത്തായം കൊണ്ട് നിറയട്ടെ, തിന്നു മുടിക്കാൻ മാത്രമായിട്ടുണ്ട് ജന്മം. അപ്പം അങ്ങനെ നോക്കേണ്ട കാര്യം എന്താണ് സുധിക്കുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഈ നോക്കാൻ കണ്ണുകൊണ്ട് നോക്കിയതാണോ അതോ ചിരിക്കണം? എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ചേച്ചിയുടെ ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ്. പുള്ളി നിങ്ങൾക്ക് അറിയാം, തിരക്കി അറിയാം, പുള്ളി ബിടെക് എഞ്ചിനീയർ ആണ്. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ, തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടി. അദ്ദേഹത്തിന് അച്ഛൻ മരിച്ചപ്പോഴാണ് പുള്ളി ഇപ്പൊ പെയിന്റിങ്ങിന്റെ കോൺട്രാക്ട് വർക്കൊക്കെ ഏറ്റെടുത്ത് പുള്ളി അന്നും പെയിന്റിംഗ് ജോലി ഉണ്ടായിരുന്നു. അതുപോലെ ചേച്ചി നേഴ്സാണ്, പുള്ളിക്കാരി നേഴ്സാണ്. എന്റെ കുഞ്ഞിനെ വരെ ഇപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് എന്റെ അപ്പനും അമ്മ എന്റെ ചേച്ചിയൊക്കെ തന്നെയാണ് കുഞ്ഞിനെ വരെ നോക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. സുധിച്ചേട്ടൻ ഞങ്ങൾ ഇത്രയും പേരുള്ള വീട്ടില് സുധിച്ചേട്ടൻ ഇപ്പം എന്താ പറയാ ഒരു സാധനം മേടിക്കുന്നു, ഞങ്ങൾക്ക് എനിക്കും കിച്ചുവിനും ഋതപ്പനും മാത്രം തരാൻ പറ്റുള്ളൂ. എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ കയറി വന്നേ? പൊക്കണം. ഞാൻ പോവൂല. നോർമലി ഇട്ട് റീലിന്റെ അകത്ത് ഷോൾ താന്നിട്ട് ഡ്രസ് ഇറക്കിയിട്ടാണ് ഇടുന്നത്. ഡെമോ ചെയ്ത എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. റീച്ചിന് വേണ്ടി കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, അത് ഈ സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. അത് എന്തുവാട്ടെ, ഇപ്പൊ ഞാൻ മുട്ടായി തിന്നുന്ന ഒരു കണ്ടന്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ മുട്ടായി തിന്നുവല്ലേ, കേട്ടിക്കൊണ്ടിരുന്ന എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോകും. ഇതിപ്പം എന്താ പറയാ, ഇവർ ഈ പറയുന്ന പോലെ ഷോള്, എനിക്കിപ്പം ഷോളും അങ്ങനെ ഇട്ടിട്ട് സംസാരിക്കണം തോന്നി ഞാൻ അങ്ങനെ ചെയ്തു. എനിക്കിപ്പം പബ്ലിക്കായിട്ട് എനിക്കിപ്പം അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയോണ്ട് ഞാൻ ഷോള് കയറ്റിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ റീൽ ചെയ്തു. അതിനുള്ള ഉത്തരം അതാണ്. സത്യം പറഞ്ഞ രേണുസുതി എന്നുള്ളൊരു ചർച്ചാവിഷയമാണ്. എനിക്ക് തോന്നുന്നത് സീക്രട്ട് ഏജന്റിന്റെ ഒരു ഇത് കണ്ട പോലെ ഒരു എക്കോസിസ്റ്റം ആയിട്ട് മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഈ ഒരു രേണുസുതി കണ്ടന്റ്. ഒരു എക്കോസിസ്റ്റം ആയിട്ട് മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഈ ഒരു രേണുസുതി കണ്ടന്റ്. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ, നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് വല്ല ഇത് തന്നെ. അവരെന്നെ വിട്ടിട്ട് പൈസ ഉണ്ടാക്കുന്നു, ഞാൻ അതുപോലെ റീച്ച് ആകുന്നു, എനിക്ക് വർക്ക് കിട്ടുന്നു, എനിക്ക് പിന്നെ പൈസ, പിന്നെ അവരെന്നെ വിട്ടിട്ട് കാശ് ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു എക്കോസിസ്റ്റം ആയിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണെന്ന് തോന്നുന്നു ഈ രേണുസുതി എന്നുള്ള ഒരു സാധനം അല്ലേ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നോ ഇൻഫർമേഷൻ, വിവരമില്ല. കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിനോ എന്തിനോ കാര്യത്തിൽ വയനാട് പോയ ടൈമിൽ ഒരു ചെരുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെരുപ്പ് 35,000 രൂപയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അത് ശരിക്കും 35,000 രൂപയുടെ ചെരുപ്പാണ്. ഒരു മിനിറ്റ് പറഞ്ഞോ, കാണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? പറ. ശരിക്കും അത് 30,000 ചെരുപ്പാണോ? സത്യം പറഞ്ഞത് എത്ര രൂപയുടെ ചെരുപ്പാണെന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. 35 എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷെ ഞാനല്ലത് മേടിച്ചവർ പറഞ്ഞ ഇത്ര കോസ്റ്റ്ലി ചെരുപ്പാണെന്നാണ് പറഞ്ഞത്. സോ 30,000 അങ്ങ് പറഞ്ഞു. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. ആ ചപ്പലിന്റെ വില എത്രയാ? 600 സംതിങ് രൂപ, ഏകദേശം എത്ര വരും? 750. അതിലും നമ്മളിവിടെ നിർത്താം. ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ? എന്തൊരു തള്ളണത്. ഒക്കെ ഓൺലൈനിൽ എടുത്ത ഡ്രസ്സാണ്. 30,000 അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. അവർ വായി തോന്നിയത് ഈ ചാലുകാരും കൂടിയിട്ട് ജനങ്ങളെ പറ്റിക്കാണ്. എനിക്ക് വായി തോന്നുന്ന ക്യാമറ. അവർക്ക് ആ ഒരു വിഷയം, അവിടെ എന്ത് വിഷയം ഉണ്ടായാലും കൈ നീട്ടി വാങ്ങാൻ ജനങ്ങളുണ്ട്. അവർക്ക് പറ്റിയ അവരുടെ അതേ കാറ്റഗറിയിൽ പെട്ട കുറച്ച് ആളുകളുണ്ട് അവർ സപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെ പറയുന്ന ആളുകൾ, ആ ആളുകൾക്ക് ആവശ്യമുള്ള സാധനം മാത്രം ചെയ്ത് ജീവിക്കാം. 1.5 മിനിറ്റോ 2 മിനിറ്റോ 60 സെക്കൻഡോ ഒക്കെ വീഡിയോസ് ഇട്ടങ്ങ് പോയാൽ മതി അവർക്ക്. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. എന്തൊക്കെ ആൾക്കാരൊക്കെ എന്തൊക്കെ പറയുന്നേ, 5 രൂപയുടെ മറ്റേ ഡ്രസ്സ് 250 ഡ്രസ്സ് മേടിച്ചിട്ട് 5,000 ഡ്രസ്സാന്ന് പറയുന്നില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ വേണ്ട. വീടെടുത്ത് കന്നുരുളണ്ട. ന്യായം പറഞ്ഞു. നീ പറഞ്ഞില്ല എവിടെയാണ് ന്യായം? ഞങ്ങൾ അങ്ങനെ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.